ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഓണം കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷമാണ് വിഷു. ഓണക്കാലത്ത് 10 ദിവസം മുൻപ് തന്നെ അത്തം തൊട്ട് പൂക്കൾ ഇറുക്കുകയും മുറ്റത്ത് പൂക്കളം തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓണത്തെ വരവേൽക്കുന്നു. എന്നാൽ വിഷുക്കാലത്ത് വറ്റി വരണ്ടു കിടക്കുന്ന ഭൂമിക്ക് ഒരു പരവതാനി പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന മേടമാസത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഐശ്വര്യത്തിൻ്റെയും ഊഷ്മളതയുടെയും പ്രതീകമായി കണിക്കൊന്ന വിഷുവിനെ വരവേൽക്കുന്നു. ഓണത്തിന് ഓണക്കോടിയും ഓണസദ്യയും പ്രാധാന്യമുള്ളതാകുമ്പോൾ വിഷുവിനെ വിഷുക്കണി കാണലും തുടർന്നുള്ള വിഷു കൈനീട്ടവുമാണ് പ്രാധാന്യമേകുന്നത്. ഈ വിഷുക്കണി കാണുന്നതിനും കൈനീട്ടം കൊടുക്കുന്നതിൻ്റെ പിന്നിലും വളരെ പ്രതീകാത്മകമായ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ പ്രാർത്ഥനയുടെ ഫലം ഇരട്ടിക്കുമെന്ന് പറയുന്നത് പോലെ പൊരുളറിഞ്ഞ് നാം വിഷു അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ മാഹാത്മ്യവും ഉദ്ദേശശുദ്ധിയും ഫലവും ഇരട്ടിക്കുന്നു. ചില ദിവസങ്ങളിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതും കൈപ്പേറിയതുമായ അനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ നാം സ്വയം പറയുന്ന ഒരു ചോദ്യമാണ്, ഇന്ന് ഞാൻ ആരെയാണാവോ കണി കണ്ടത് എന്ന്. അപ്പോൾ രാവിലെ ഉറക്കമുണരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണ് കണി എന്ന് പറയുന്നത്. ആദ്യമായി കാണുന്ന കാഴ്ച ശുഭകരമുള്ളതായാൽ അന്നേ ദിവസം ശുഭകരമായ കാര്യങ്ങളായിരിക്കും ദിവസത്തിൽ ഉണ്ടാകുക എന്നതാണ് സാരം. അതുകൊണ്ട് തന്നെയാണ് ഉറക്കമുണർന്നാൽ കൈവെള്ളയിൽ നോക്കി കരാഗ്രവസതേ ലക്ഷ്മി എന്ന പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും. കൈയുടെ അറ്റത്ത് ലക്ഷ്മി ദേവിയും മധ്യത്തിൽ സരസ്വതി ദേവിയും കരമൂലത്തിൽ മഹാവിഷ്ണുവും വസിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് മനസ്സിൽ ഒരു ആഹ്ലാദവും ആത്മവിശ്വാസവും ഈശ്വരാനുഗ്രഹവും ലഭിക്കുകയും അന്നേ ദിവസം വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ കടന്നു പോകുകയും ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അന്ന് ചെയ്യുന്ന അനുഷ്ഠാനം പോലെ മേടമാസത്തിലെ വിഷുനാളിൽ ഭഗവാനെ കണി കണ്ടുണർന്നാൽ ഒരു വർഷം മുഴുവൻ സുഖഫലങ്ങൾ അനുഭവിക്കുമെന്നും ശുഭകാര്യങ്ങൾ നടക്കുമെന്നും ഭക്തജനങ്ങളായ ഓരോ മലയാളികളും വിശ്വസിക്കുന്നു. വിശ്വാസങ്ങൾ വെറും കെട്ടുകഥകളൊന്നുമല്ല, അനുഭവങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ പിന്നിലുള്ളത്. കണി ഒരുക്കൽ എന്നത് യാന്ത്രികമായി ഓരോന്ന് കാട്ടിക്കൂട്ടേണ്ട കാര്യമല്ല. ദേശങ്ങൾ അനുസരിച്ച് വയ്ക്കുന്ന കണിയിലും വ്യത്യാസം ചിലപ്പോൾ വരാറുണ്ട്. എന്നാലും കണി ഒരുക്കുന്നതിൽ ഈ പറയുന്ന സാമഗ്രികളുള്ളത് ഏറെ ഉദ്ദിഷ്ടകരമാണ്. നിലവിളക്ക്, ഓട്ടുരുളി, കണിവെള്ളരി, നാളികേരം, ചക്ക, മാങ്ങ, കണിക്കൊന്ന, കൃഷ്ണവിഗ്രഹം, വാൽക്കണ്ണാടി, കദളിപ്പഴം, എള്ളെണ്ണ, തിരി, കോടിമുണ്ട്, ഗ്രന്ഥം, നാണയങ്ങൾ, സ്വർണം, കുങ്കുമം, വെറ്റില, അടയ്ക്ക, വെള്ളം നിറച്ച ഒരു ഓട്ടുകിണ്ടി, ഇവയൊക്കെയാണ് ഈ പറയുന്ന കണിയിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുവകകൾ എന്ന് പറയുന്നത്. ഇനി ഈ സാമഗ്രികൾ എന്തിനെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ചു വെച്ച നിലവിളക്ക് കണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണിയാകുന്നു. കാരണം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് നിലവിളക്ക്. 2 തിരിയിട്ട് കത്തിക്കുന്ന നിലവിളക്ക് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അഭിമുഖമായി കൂപ്പുകൈയുടെ രൂപത്തിലാണ് തിരിയിട്ട് വിളക്ക് കത്തിക്കേണ്ടത്. 5 തിരിയിട്ട് കൊളുത്തുന്ന ഭദ്രദീപം അതിവിശേഷമാകുന്നു. പഞ്ചഭൂതത്തിലെ അഗ്നി ദൈവിക ശക്തി ജ്വലിപ്പിക്കുകയും സകല അശുദ്ധികളെയും ചാമ്പലാക്കി മാറ്റാനും ശുദ്ധീകരിക്കാനും അധികം ശക്തിയുള്ള ഒന്നാണ്. ആ അഗ്നിയുടെ പ്രതീകമാണ് തിരിയിട്ടു തെളിയിച്ച നിലവിളക്ക്. ഇതിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഒരു കാരണവശാലും വിളക്കെണ്ണ ഉപയോഗിക്കരുത്. എള്ളെണ്ണയാണ് ഉത്തമമായിട്ടുള്ളത്. വെളിച്ചെണ്ണയും മധ്യമത്തിൽ മാത്രമാണ് എടുക്കാറുള്ളത്. നല്ലെണ്ണയിൽ ദീപം തെളിയിക്കുമ്പോൾ ശൈവഭാവമാണ് ജ്വലിക്കുന്നതും അവിടെ പ്രകാശിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രകാശമാണ് അവിടെ ആകമാനം പ്രകാശമായി പ്രസരിക്കുന്നതും, അല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജിയെ നിലനിർത്തുന്നതിന് ഈ ഒരു വിളക്കെണ്ണയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എണ്ണയിൽ തെളിയുന്ന വിളക്കിലെ ദീപം അല്ലെങ്കിൽ ആ ഒരു പ്രകാശം ആ ഭവനത്തിൽ എവിടെയും അത്രത്തോളം പ്രസരിതമായി കൊണ്ടിരിക്കുകയും ചെയ്യും. ശിവഭഗവാന് പുറമെ അയ്യപ്പസ്വാമിയും ശനീശ്വരനും എള്ളെണ്ണ പകർന്ന് തിരി തെളിയിക്കുമ്പോൾ പ്രീതരാകുന്നു.
നമ്മൾ ശനിദോഷ നിവാരണത്തിനായി അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി കത്തിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ളവരുമൊക്കെയാണ്. ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രവും ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ദോഷങ്ങൾ അകറ്റുന്നതിന് ശനീശ്വരൻ്റെയും ശിവഭഗവാന്റെയും അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെയും പ്രസാദം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ഇത് വളരെയധികം ഉത്തമമാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി പിന്നീട് പറയുന്നത് ഓട്ടുരുളിയാണ്. നമുക്കറിയാം, വിപണിയിൽ സ്റ്റീൽ, അലുമിനിയം ഉരുളികളൊക്കെ വളരെ ഭംഗിയിലും അതുപോലെ തന്നെ വളരെ വില കുറഞ്ഞും നമുക്ക് വിപണിയിൽ സുലഭമായി കിട്ടുമ്പോൾ എന്തിനാണ് ഇത്രയും വില കൂടിയിട്ടുള്ള ഓട്ടുരുളി വെക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലൊക്കെ ഒരു സംശയമായി നിഴലിക്കുന്നതാണ്. വാസ്തുവിദ്യയിലും ശില്പകലയിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ലോഹമാണ് പഞ്ചലോഹം എന്ന് പറയുന്നത്. ഇരുമ്പ്, ഈയം, ചെമ്പ്, വെള്ളി, സ്വർണം എന്നിവയുടെ സങ്കലമാണ് പഞ്ചലോഹം എന്ന് പറയുന്നത്. ഈ പഞ്ചലോഹത്തിൽ തന്നെ ഇരുമ്പ്, ഈയം, ചെമ്പ് എന്നിവയുടെ സങ്കലമാണ് വെങ്കലം എന്നറിയപ്പെടുന്ന ഓട്. അതുകൊണ്ട് തന്നെ ഇതിൽ കണിവെക്കുന്നത് അതിവിശേഷമാകുന്നു. പ്രപഞ്ചത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഓട്ടുരുളി. കാരണം പ്രകൃതിയെ സൂചിപ്പിക്കുന്ന സകലവിധ ഐശ്വര്യത്തിൻ്റെയും ഒക്കെ സൂചകമായിട്ടുള്ള എല്ലാവിധ വസ്തുക്കളും നമ്മൾ കണിയായി വയ്ക്കുന്നത് ഈ ഓട്ടുരുളിയിലാണ്. അതുകൊണ്ട് തന്നെ ഫലവർഗ്ഗങ്ങളും പഴങ്ങളും പച്ചക്കറികളും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ കണിയായി വെക്കേണ്ടതും ഈ ഓട്ടുരുളിയിൽ തന്നെയാണ്. ഇനി പറയുമ്പോൾ ഓട്ടുരുളിയിൽ പകുതിയോളം ഉണങ്ങലരിയും അതുപോലെ തന്നെ കുറച്ച് നെൽമണിയും നിറയ്ക്കുക. ഉടച്ചു വെച്ച നാളികേരം വെക്കേണ്ടതും ഈ ഒരു ഉണങ്ങലരിയുടെ മുകളിലായാണ്. സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരിയും ഇതിന് മുകളിലായി വയ്ക്കുക. ഉണങ്ങല്ലരി സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന അന്നത്തെ തന്നെയാണ്. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയും വെക്കേണ്ടത് വളരെ ശ്രേഷ്ഠമാകുന്നു. ചക്ക ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫലമാകുന്നു. മാങ്ങ സുബ്രഹ്മണ്യ സ്വാമിക്കും കദളിപ്പഴം കണ്ണൻ്റെയും ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഫലവർഗ്ഗങ്ങളിൽ ഒന്ന് തന്നെയാണ്. അടുത്തതായി പറയുന്നത് വാൽക്കണ്ണാടിയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന വാക്കിൻ്റെ പ്രതീകമായാണ് വാൽക്കണ്ണാടി നിലനിർത്തുന്നത്. വാൽക്കണ്ണാടിയിലൂടെ ആ നിലവിളക്കിൻ്റെ പ്രകാശം പൂരിതമായ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ വാൽക്കണ്ണാടിയിലൂടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ തിരുരൂപം തന്നെയാണ്. ഇതാണ് വാൽക്കണ്ണാടി കണിയിൽ വയ്ക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഓട്ടുരുളിക്ക് പിന്നിലായാണ് ഭഗവാന്റെ വിഗ്രഹം വയ്ക്കേണ്ടത്. അതിൻ്റെ അടുത്ത് കോടിമുണ്ടും ഗ്രന്ഥവും നാണയവും സ്വർണവും വയ്ക്കുക. കോടിമുണ്ട് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാകുമ്പോൾ ഗ്രന്ഥം സരസ്വതി ദേവിയുടെയും, സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അല്ലെങ്കിൽ നാണയത്തൊട്ടുകളും മഹാലക്ഷ്മിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വെറ്റിലയും അടയ്ക്കയുടെയും ഇടയിലായാണ് നാണയത്തൊട്ടുകൾ വയ്ക്കേണ്ടത്. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് കൈനീട്ടം നൽകുക എന്നുള്ളത്. ഈ വെറ്റിലയും അടയ്ക്കയും ചേർത്താണ് കൈനീട്ടം നൽകേണ്ടത്. ഇനി പറയുമ്പോൾ കുങ്കുമം ദുർഗാദേവിയുടെ പ്രീതിക്കായാണ് വയ്ക്കുന്നത്. ഇനി വെള്ളം നിറച്ച് ഒരു തുളസി ഇലയോ അതല്ലെങ്കിൽ ഒരു വെളുത്ത പുഷ്പമോ ഇട്ട് വയ്ക്കണമെന്നാണ് പറയുന്നത്. പ്രകൃതിയിലെ സകല ജീവജാലങ്ങളുടെയും ജീവൻ്റെ ആധാരമാണ് ജലം എന്ന് പറയുന്നത്. പഞ്ചഭൂതാത്മകമായ വസ്തു കൂടിയാണ് ജലം. ഇത്രയും ശ്രേഷ്ഠതകൾ നിറഞ്ഞ വിഷുക്കണി കാണുന്ന സമയത്തിനുമുണ്ട് പ്രാധാന്യം. സൂര്യൻ ഉദിക്കുന്നതിന് 3 മണിക്കൂർ മുൻപ് കണി കാണണമെന്നാണ് പറയുന്നത്. അതായത് 4:30 മുതൽ 5:30 വരെയുള്ള സമയമാണ് കണി കാണുവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയമെന്ന് പറയുന്നത്. ഗൃഹത്തിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി മറ്റുള്ളവരെ കണി കാണിക്കേണ്ടത്. അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരിക്കും അവസാനം കണി കാണുക. കണി കാണുമ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ രൂപം തന്നെയാണ്. നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ കാണുന്ന ഭഗവാന്റെ തിരുരൂപമാണ് അടുത്തതായി നമ്മുടെ കണി കാണേണ്ടതിൽ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത്. ഭഗവാന്റെ തിരുരൂപം മുഴുവനായി കണ്ടതിന് ശേഷം തൊട്ടു താഴെ നമ്മൾ അലങ്കരിച്ച് വെച്ചിട്ടുള്ള കണി ഓരോന്നും കൃത്യമായി കണി കാണേണ്ടതാണ്. അതിനുശേഷം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കൈകൊണ്ട് തൊട്ട് തൊഴുതതിന് ശേഷം
നമ്മൾ ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടത്. അപ്പോൾ വിഷു സംക്രമ ദിവസം ഈ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഗുരുത്വവും മനസ്സിൽ ഈശ്വരഭാവവും നന്മകളും എല്ലാം വന്നു നിറയുന്നു. അടുത്ത ഒരു വർഷം മുഴുവനും ഈശ്വര കടാക്ഷത്തോടുകൂടിയും ഗുരുത്വത്തോടുകൂടിയും ഇവയെല്ലാം വഴികാട്ടിയായും വഴിവിളക്കായും ഒരു സംരക്ഷണ വലയമായി നമുക്ക് ചുറ്റും നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഏവർക്കും നല്ലൊരു വിഷുദിനം കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.